ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ 58ാമത്തെ ദശകമാണ് ഇപ്പോൾ പഠിക്കുന്നത്. ദാവാനലോദ്ധാരണമാണ്. അതായത് പ്രലംബാസുരൻ്റെ വധത്തിന് മുൻപ് ഭഗവാൻ ദാവാഗ്നി പാനം ചെയ്തിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം പ്രലംബവധത്തിന് ശേഷവും ആ വൃന്ദാവന ഭൂമിയുടെ പുറത്ത് പടർന്ന് പിടിച്ച അഗ്നിയെ, കാട്ടുതീയെ ഭഗവാൻ തൻ്റെ വദനത്തിലേക്ക് ലയിപ്പിക്കുന്നു. ആ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിനെ, ആ ഒരു ഭാഗത്തെയുമൊക്കെ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നത് വളരെ വലിയ ആന്തരികമായ തത്വം തന്നെയാണ്. വേനൽക്കാലത്ത് സംഭവിച്ച കാര്യങ്ങളായിട്ടാണ് ഇതിനെയൊക്കെ വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെ വേനൽക്കാലമൊക്കെ കഴിഞ്ഞു, വർഷകാലം വന്നു. വൃന്ദാവനത്തിൽ മിന്നലുകളൊക്കെ ഉണ്ടായി. ഇടിയും മിന്നലുമുള്ള മേഘങ്ങളാൽ മറയ്ക്കപ്പെട്ടും സ്പഷ്ടവുമല്ലാതെ സൂര്യചന്ദ്ര പ്രകാശത്തോടു കൂടിയുമിരുന്ന ആകാശം അതിനെ സഗുണ ബ്രഹ്മസ്വരൂപനായ ഭഗവാനോട് ഉപമിക്കുകയാണ്. മഴക്കാലത്തെ കാർമേഘങ്ങളെ തമോ ഗുണത്തോട് നമുക്ക് ഉപമിക്കാം. അവിടെ ഉണ്ടാകുന്ന മിന്നലാണ് സത്വഗുണം, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാകുന്ന പ്രകാശം. അപ്പോൾ ഇടിമുഴക്കുമോ, അത് രജോ ഗുണമാണ്. ആകാശം പോലെ എങ്ങും വ്യാപിച്ചിരിക്കുന്നതാണ് ഈ ബ്രഹ്മം. ഈ ബ്രഹ്മത്തിൽ ഈ ഗുണങ്ങൾ എങ്ങനെ വ്യാപിക്കുന്നു? ഇവിടെ ആകാശം ശ്രീകൃഷ്ണ ഭഗവാനാണ്. ശ്യാമളമേഘം ഭഗവാന്റെ നീലനിറത്തെയും, ആ മിന്നലിനെ ഭഗവാന്റെ മഞ്ഞപ്പട്ടിനെയും, ഇടിമുഴക്കം ഭഗവാന്റെ വേണുഗാനത്തെയും ഓർമ്മിപ്പിക്കുന്നു. കഠിനമായ വേനൽ ബാധിച്ചിരുന്ന ഭൂമി മുഴുവനും ചെളിയിൽ കുതിർന്നു. ഘോരമായ മഴ പെയ്യുകയാണ്. അരുവികളും ജലാശയങ്ങളും എല്ലാം നിറഞ്ഞു കവിഞ്ഞു. കൃഷി ചെയ്തിരുന്ന എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. സർവചരാചരങ്ങളും താപസന്മാരെ പോലെ, തപസ്വികളെ പോലെ പ്രസന്നമായി. തപസ്വികൾ എങ്ങനെയാണ്? അവർക്ക് വിഷയങ്ങളിൽ ആഗ്രഹമില്ല, യാതൊരുവിധ ബന്ധവുമില്ല, ലൗകികമായ ഭോഗങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ ഉണ്ടാകുന്നത് അന്ധകരണ ശുദ്ധിയാണ്. വിഷയങ്ങളിൽ ആഗ്രഹമില്ലാതാകുമ്പോഴാണ് അന്ധകരണ ശുദ്ധി ഉണ്ടാകുന്നത്. ഇവിടെ ഉണ്ടാകുന്ന പ്രസന്നത, ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും ഉണ്ടാകുന്ന പ്രസന്നത, അതെന്ന് പറയുന്നത് ആ തപസ്സുകളുടെ ശുദ്ധി, മനസ്സിൻ്റെ ശുദ്ധിയോട് ഉപമിക്കാം. ഇവിടെ മഴക്കാലത്തിൽ ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളെയും ഒരു യോഗയുടെ സാധനയോട് ഉപമിച്ചിരിക്കുകയാണ്. പലപ്പോഴും യോഗികൾക്കും മനസ്സിൽ ഭോഗവാസനകൾ ഉണ്ടാകും. മഴക്കാലത്ത് നദികൾ കടലിൽ ചേരുമ്പോൾ കടലിലെ തിരമാലകൾ അങ്ങനെ ഉയർന്നു പൊങ്ങിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഭോഗവാസനകൾ വർദ്ധിക്കുമ്പോൾ ഒരു യോഗിയുടെ മനസ്സും ഇപ്രകാരം ചഞ്ചലമായിക്കൊണ്ടേയിരിക്കും. ആ യോഗിയുടെ ചിത്തത്തിൽ ചലനമുണ്ടാകുന്നു. എന്നാൽ ഭോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടിയവരെ യാതൊരുവിധ ഭയവും, അതായത് മരണഭയമോ ചിന്തയോ ഒന്നും ബാധിക്കില്ല. പ്രകൃതിയിലും അതുപോലെ ഒരു വസ്തുവുണ്ട്, പർവ്വതങ്ങൾ. ഈ പർവ്വതങ്ങളെ ഈ മേഘത്തിൻ്റെ ഗർജനമോ മഴയോ ഒന്നും ബാധിച്ചില്ല. അവ അങ്ങനെ അചഞ്ചലമായി നിന്നതേയുള്ളൂ. ഈ മേഘങ്ങളുടെയൊക്കെ ഈ ഒരു അഹങ്കാരത്തെ തീർത്തും അവഗണിക്കുന്ന രീതിയിലാണ്. ഇതുപോലെയാണ് ഭോഗങ്ങളോട് താല്പര്യമില്ലാത്ത സാധകരുടെ മനസ്സിൻ്റെ അവസ്ഥയും.
വൃന്ദാവനത്തിലുണ്ടായ ആ ഒരു വർഷകാലത്തെ എത്ര മനോഹരമായിട്ടാണ് ഭഗവാന്റെ ലീലകളോട് ഉപമിക്കുന്നത്. വർഷകാലമായപ്പോൾ ചെടികളൊക്കെ തഴച്ച് വളർന്ന് ഭൂമിയെ അങ്ങനെ പോഷിപ്പിച്ചു. ഇത് കണ്ട് കണ്ണനും ബലരാമനും ഗോപാലന്മാരും ഗോക്കളും എല്ലാവരും സന്തോഷിച്ചു. ആ കഠിനമായ ചൂടിൽ നിന്നുള്ള രക്ഷ അവർക്ക് എത്രമാത്രം ആശ്വാസമാണ് നൽകിയത്. വളരെയധികം സന്തോഷത്തോടും സുഖത്തോടും കൂടി അവർ വനത്തിൽ കടന്ന് ഗുഹകളിലൊക്കെ ഇരുന്ന് കനികളും കിഴങ്ങുകളും ഒക്കെ കഴിച്ച് തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സന്തോഷമായിട്ടങ്ങനെ ആ വർഷകാലത്തെ വരവേറ്റു. ഇവിടെ ഭാഗങ്ങളിലൊക്കെ വർണ്ണിക്കുന്നത് ഗോകുലത്തിലെ ഋതുഭേദങ്ങളാണ്. ഓരോ ഋതുവും ഭഗവാന്റെ മായകൾ കൊണ്ട്, മായാലീലകൾ കൊണ്ട് അങ്ങനെ വളരെ ഭംഗിയുള്ളതായിത്തീർന്നു. ഈ ഋതുചക്രം ശരിക്കും എന്താണ്? ഈ സർവപ്രപഞ്ചത്തിൻ്റെയും ഉൽപ്പത്തിയുടെ വൃദ്ധിക്ഷയങ്ങളുടെ ഒരു പ്രതീകമാണ്. ഇത് വ്യാഖ്യാനിക്കാൻ വളരെയധികം പ്രയാസമാണ്. ഇത് വ്യാഖ്യാനിച്ചാലോ കേൾക്കുന്നവർക്ക് ലഭിക്കുന്ന ആ ഒരു അനുഭൂതി, സന്തോഷം, അതും വളരെ വലുതാണ്. അങ്ങനെ വർഷകാലം വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി കടന്നുപോയി. പിന്നീട് വരുന്നത് ശരത്കാലമാണ്. മഴ പെയ്ത് തോർന്ന ആ ഒരു വൃന്ദാവനം ഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് ലൗകിക സുഖങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടി ഉത്തമനായ ഒരു യോഗിയുടെ മനസ്സുപോലെ തെളിമയോടുകൂടി അവിടെ ശരത്കാലം വന്നു. ശരത്കാലം വന്നതോടുകൂടി പ്രകൃതി സ്വച്ഛമായി തീർന്നു. ആകാശം തെളിഞ്ഞു വിളങ്ങി. രാത്രിയിൽ നക്ഷത്രങ്ങളും ചന്ദ്രനും വളരെ ശോഭയോടുകൂടി കാണപ്പെട്ടു. സൂര്യഭഗവാനും എപ്പോഴും അങ്ങനെ പ്രകാശിച്ചു നിന്നു. ഈ ഒരു കാലാവസ്ഥയിൽ ഗോക്കളെയും മേയിച്ചുകൊണ്ട് ദിവസേന വൃന്ദാവന ഗോവർദ്ധന താഴ്വരയിലേക്ക് പോകുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ഭഗവാൻ പതിവ് പോലെ കൂട്ടുകാരോടൊപ്പം പശുക്കളെ മേയ്ക്കുന്നതിനും കളിക്കുന്നതിനും എവിടെ പോയി? യമുനയുടെ തീരത്തേക്ക് പോയി. കലങ്ങി മറിഞ്ഞിരുന്ന കാളന്തിയുടെ ജലം ഇപ്പോൾ തെളിമയുള്ളതായി. ജലത്തിലെ ജന്തുക്കൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ജലം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും അറിയില്ല. മനുഷ്യൻ്റെ അവസ്ഥ അതുപോലെയാണ്. ആയുസ് പോയിക്കൊണ്ടിരിക്കുന്നത് ആരും അറിയുന്നതേയില്ല. തൻ്റെ കൂട്ടുകാരോടൊപ്പം ഭഗവാൻ ആ മനോഹരമായ യമുനാ തീരത്തിലെത്തി. ബലരാമനോടും ഗോപാലബാലന്മാരോടും കൂടി ഗോക്കളെ മേയിച്ചുകൊണ്ട് ഗോകുലത്തിൽ അങ്ങനെ സന്തോഷമായിട്ട് സഞ്ചരിക്കുകയാണ് ഭഗവാൻ. ഭഗവാനാകട്ടെ ഏതെങ്കിലും ഒരു കദംബവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഓടക്കുഴൽ വായിക്കുവാൻ തുടങ്ങും. ഭഗവാന്റെ ഓടക്കുഴലിലൂടെ ഒഴുകുന്ന മധുരവും അലൗകികവുമായ ആ ഒരു ഗാനം, അത് അത്ര ദൂരത്തേക്ക് ആ ഗോപന്മാരുടെ ഭവനങ്ങളിലേക്ക് ഒഴുകിയെത്തും. ഗോപസ്ത്രീകളിൽ മനസ്സിൽ ആനന്ദമുണ്ടാക്കും. പീലി അണിഞ്ഞ് കാർക്കൂന്തലോടുകൂടി വനമാലകൾ അണിഞ്ഞുകൊണ്ട് കയ്യിൽ ഓടക്കുഴലുമായി നിന്ന് ഓടക്കുഴലൂതുന്ന കല്യാണരൂപനായ ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ ആർക്കാണ് കഴിയുക? മനുഷ്യജന്മം സിദ്ധിക്കുക എന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. എന്നാൽ ആ മനുഷ്യജന്മത്തിൽ ഭഗവാനെ കാണാതെ കണ്ണുകൾക്ക് ഒരു സാഫല്യവും ഉണ്ടാവുകയില്ല. ഭഗവാന്റെ കോമളമായ രൂപം, ഓടക്കുഴൽ വിളിയുടെ അലൗകികമായ മാധുര്യം, ഇതെല്ലാം ഗോപികമാരിൽ ആ പ്രേമഭാവം ഉണർത്തുകയാണ്.
പ്രപഞ്ചമെങ്ങും നിറഞ്ഞു തുളുമ്പുന്ന ആ പരമാനന്ദ സ്വരൂപം നുകരാൻ വെമ്പുന്ന മനുഷ്യരുടെ പല വിധത്തിലുള്ള ഭാവവിശേഷങ്ങൾ വൃന്ദാവനത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ പ്രകൃതിയുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. മനുഷ്യലോകം മാത്രമല്ല, മൃഗലോകം മുഴുവനും ഭഗവാന്റെ മുരളീനാദം കേട്ട് ഭക്ഷണം പോലും ഉപേക്ഷിച്ച നിലയിൽ നിശ്ചലരായി നിന്നു പോവുകയാണ്. ജന്മനാ തന്നെ ശത്രുത പുലർത്തുന്ന ജന്തുക്കൾ പോലും ഭഗവാന്റെ ഗാനമാധുര്യത്തിൽ മയങ്ങി പരസ്പരമുള്ള ശത്രുതയൊക്കെ മറന്ന് ഒരുമിച്ച് നിൽക്കുകയാണ്. ഈ അവസ്ഥയിൽ മനുഷ്യരും ദേവന്മാരും കൂടി ഇതേ അവസ്ഥയിൽ ഒന്നായി ചേർന്നു. പ്രകൃതിയാകുന്ന മായയിൽ നിന്ന് പ്രപഞ്ചങ്ങൾ സൃഷ്ടിച്ച് പലവിധ രൂപങ്ങളിലൂടെ പ്രത്യക്ഷമാകുന്ന ലീലയിൽ മുഴുകിയിരിക്കുന്ന ഭഗവാൻ ഇപ്രകാരം ദിവ്യമായ മുരളീനാദത്തിലൂടെ എല്ലാവരെയും മോഹിപ്പിച്ചത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ഭഗവാൻ അവതരിച്ചിരിക്കുന്നതും ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.